ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ നല്ലൊരു മൂടിയായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒട്ടും അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല, നല്ല സൂര്യപ്രകാശമൊന്നുമില്ല, സൂര്യൻ എവിടെയോ പോയി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ എങ്ങാനും പെയ്യുമെന്ന്. പക്ഷേ നമുക്കിവിടെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മൂടാപ്പുണ്ട്, പക്ഷേ മഴയില്ല. അപ്പുറത്തെ വീട്ടിലെ കണിക്കൊന്ന നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ വിഷുവൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ സുന്ദരന്മാരായിട്ടെല്ലാം നിൽപ്പുണ്ട്. അപ്പോൾ ചൂട് സമയത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറേയൊക്കെ കരിഞ്ഞു പോയെന്ന്. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ഈ ഒരു ഗാർഡനിൽ നിന്നിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. എനിക്ക് എല്ലാ പച്ചക്കറികളും ഒന്ന് കാണണം, എല്ലാത്തിനെയും ഒന്ന് തൊടണം, എന്തൊക്കെയായി എന്നൊക്കെ ഒന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു ഫ്രഷ് ഫീലിങ്ങും ആണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഇവിടെ കുറച്ച് പച്ചച്ചീരയുണ്ട്. പച്ചച്ചീര ഒന്ന് പറിക്കാറായിട്ടുണ്ട്. അപ്പോൾ അത് ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. പിന്നെ കുറച്ച് ചീരയൊക്കെ പാകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ പച്ചച്ചീര. ഇത് നമ്മുടെ ഇതിന് മുന്നേ ഞാനൊരു മുളകൊക്കെ നട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊന്നും പിന്നെ കിളിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല വെയിലല്ലായിരുന്നു, എല്ലാം കരിഞ്ഞു പോയി. പിന്നെ എനിക്കൊന്ന് ആകെ മുളച്ച് കിട്ടിയത് പച്ചച്ചീരയായിരുന്നു. പച്ചച്ചീരയും അതുപോലെ തന്നെ സാമ്പാർ ചീരയും കൂടെ ഒക്കെ അതിൻ്റെ ചുവട്ടിൽ നട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുറിച്ചെടുത്തത് വീണ്ടും കിളിർത്ത് വന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് ചീരയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരെണ്ണമാണ് എടുക്കുന്നത്. ബാക്കി അത്യാവശ്യം ഒന്ന് ആയി വരുന്നതേ ഉള്ളൂ. അപ്പം വേറെ നമുക്ക് കടയിൽ നിന്ന് കുറച്ച് ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരെണ്ണം മതി. അപ്പം ബാക്കി എല്ലാം കൂടി അടുത്ത പ്രാവശ്യം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതെടുത്തു. പിന്നെ നമ്മുടെ ഇവിടുത്തെ കുറച്ച് ചീര പാകിയതാണ് ഇത്. ചീര ഞാൻ വേറെ ഒരു ട്രെയിലൊക്കെയാണ് പാകിയത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊന്ന് നട്ട് വെച്ചേക്കാണ്. അപ്പോൾ ചീര നമുക്ക് ചിലവില്ലാതെ, ചാണകപ്പൊടിയൊന്നും ഇല്ലാതെ എങ്ങനെ നട്ട് വളർത്തിയെടുക്കാം എന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ചാണകപ്പൊടി നമുക്ക് ഉള്ളത് കൊണ്ട് അതെല്ലാം മിക്സ് ചെയ്ത് വെട്ടിക്കളച്ചൊക്കെയാണ് നട്ടത്. പിന്നെ ഇതിന് ചുറ്റുമായിട്ട് കുറേ കമ്പുകൾ കുത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് ഓലക്കീറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും നടന്ന് വരുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഒരു ചീരയെല്ലാം തന്നെ വളർന്നും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ കുമ്പളം ഉണ്ടല്ലോ, കുമ്പളം വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഞാനെടുത്ത ആ ഒരു കുപ്പി ഉണ്ടല്ലോ, അത് നമ്മുടെ വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഉള്ളതാണ്. ഇപ്പോഴാണത് കണ്ടത്. അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു കുമ്പളം നമ്മൾ നട്ടതേ അല്ല. ഇത് പച്ചമുളക് നട്ടപ്പോഴേ അതിൻ്റെ ചുവട്ടിൽ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് കിളിച്ച് വന്നാൽ ഞാൻ പിന്നെ പറിച്ച് കളയാൻ പോയില്ല. കാരണം ഈ ഒരു നല്ല ഈ ഒരു ചൂട് സമയത്തുണ്ടല്ലോ, അത് മറ്റ് പച്ചക്കറികൾക്ക് ഇതൊരു അനുഗ്രഹമായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ നല്ല തണൽ കിട്ടും. പിന്നെ ഇത് കായൊക്കെ പിടിക്കുമെന്ന് അറിയില്ല. കുറേ കമ്പും കോലും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് പടരാനായിട്ട്. പിന്നെ രാവിലെ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ എന്താണല്ലേ, രാവിലെ ഒരു ചായ കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ചായ എനിക്ക് മസ്റ്റാണ്. പിന്നെ രാവിലെ കിഴങ്ങ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ബ്രദറാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി രാവിലെ കഴിച്ചു. നല്ല അടിപൊളി കറിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കുക്കിംഗ് ഒക്കെ ചെയ്യാറുള്ളതാണ്. നമുക്കങ്ങനെ ഇന്ന ആൾക്കാർ ഇന്നത് മാത്രമേ ചെയ്യൂ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ചെയ്യും. അപ്പോൾ അതൊക്കെ രാവിലെ കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറിയും ചപ്പാത്തിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ചപ്പാത്തി കഴിച്ചാൽ പിന്നെ അധികം വിശക്കത്തില്ലല്ലോ, അങ്ങനെ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും നോക്കിയപ്പോൾ നമ്മുടെ ഈ ഒരു കുമ്പളം നിങ്ങളെന്ന് കാണിക്കാമെന്ന് വെച്ചു. കുമ്പളം കണ്ടോ, ഇതും നമ്മൾ പച്ചക്കറി വേസ്റ്റ് ചെയ്യുന്നു. എനിക്കറിയില്ല, ഈ ഒരു ചൂട് സമയത്ത് കുറേ കുമ്പളമാണോ തടിയനാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ കുറേ കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞു. പിന്നെ ഇത് വയലറ്റ് പയറില്ല അന്നത്തെ, അത് ഞാൻ പാകി കിളിപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ അറിഞ്ഞുകൂടായിരുന്നു ഇത് കിളിക്കുമോയെന്നൊന്നും, കാരണം നല്ല വെയിലല്ലായിരുന്നോ. പക്ഷേ ഓലക്കീറൊക്കെ വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് വളരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്യാറുള്ളതാണ്, രാവിലെയും വൈകിട്ടും ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു വഴുതനങ്ങയ്ക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. നല്ലൊരു കീടനാശിനിയാണ് കേട്ടോ, ജൈവ കീടനാശിനിയാണ്. നമുക്ക് ഇതിനകത്തൊക്കെയുള്ള പുഴുക്കളും ഒക്കെ നശിച്ചു പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിന് ശേഷം ഞാനിതിങ്ങനെ ദിവസം നമ്മളിത് അടിച്ചു കൊടുക്കണം, രാവിലെയും വൈകിട്ടും അടിച്ചു കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ചൂട് സമയത്ത് ഇലയ്ക്കൊക്കെ നല്ലൊരു തണുപ്പും കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പശപ്പിലിരുന്നിട്ട് ആ ജീവികളും അതിൻ്റെ മുട്ടകളും എല്ലാം തന്നെ നശിച്ചു പോകും. അപ്പോൾ അത് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കും.
അപ്പോൾ ഇത് വേറെ നമ്മുടെ സൈഡിൽ നട്ടിട്ടുള്ളൊരു വഴുതനയാണ്. അത്യാവശ്യം നന്നായിട്ട് കാ പിടിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചില്ലേ, ഈ ചൂടൊക്കെ ആയ സമയത്തുള്ള, അതിനകത്ത് ഒരു ഇല പോലും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്പ്രേ ഒക്കെ ചെയ്തതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് ഇലകളും ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് ട്രെയിൽ പാകിയിട്ടുള്ള ചീര. പ്രാവശ്യം കുറച്ച് കൂടുതൽ ചീര പാകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തണലത്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ മണ്ണിൽ കൊണ്ട് നട്ടതൊക്കെ. അപ്പോൾ ഇത് ഇനിയും കുറച്ചും കൂടെ ഒന്ന് വലുതായി കഴിഞ്ഞിട്ട് മാറ്റി നടാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അമരപ്പയറുണ്ട്, പച്ചമുളകിൻ്റെ തൈയുണ്ട്, പിന്നെ വയലറ്റ് ഉണ്ടമുളകുണ്ട്, പിന്നെ വേറെ ഒരു തെർമോക്കോൾ ഉണ്ടല്ലോ, അതൊരു കാര്യത്തിന് വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതൊക്കെ കമ്മിങ് വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനെല്ലാം ഞാൻ എല്ലാ ദിവസവും ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കില്ല. ഇപ്പോൾ രാവിലെ ടൈം ഉള്ളത് കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്താണ്. തണലത്തിരിക്കുന്നതുകൊണ്ട് ഇതിന് അധികം വെള്ളം ആവശ്യമില്ല. പിന്നെ ചീരയ്ക്കും ഒക്കെ അത്യാവശ്യം നനവുള്ളതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതാണ് ആ വയലറ്റ് ഉണ്ടമുളക്. ഇത് നമുക്ക് ഒരെണ്ണമേ ഉള്ളായിരുന്നു. അപ്പോൾ അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അരി എടുത്ത് പാകിയപ്പോൾ എല്ലാം കിളുത്തു വന്നു. അപ്പോൾ ഇതിനിയും ഒന്നെങ്കിൽ മാറ്റി, ഇനിയും ഉണ്ടെങ്കിൽ മാറ്റി നടാം, അതല്ലെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ കുറ്റിയമര. ഇത് 4 എണ്ണം ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഇത് ചതിക്കില്ലെന്ന് വിചാരിക്കുന്നു. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് നട്ടിട്ട് അങ്ങനെ കിളുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇപ്രാവശ്യം ഒന്ന് നട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചീര. അപ്പോൾ കഴിഞ്ഞ ദിവസം ചന്തയിൽ പോയ സമയത്ത് 50 രൂപയ്ക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചീരയാണ് കേട്ടോ. നോക്കിയപ്പോൾ അധികം ഇത് തണ്ട് കണ്ടാൽ ഒത്തിരി മൂത്ത പോലെ തോന്നും, പക്ഷേ നല്ല ഇളം തണ്ടാണ്. ഒത്തിരി വളമൊക്കെ ചേർത്ത് ചീരയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇളം തണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചച്ചീര ഉണ്ടല്ലോ, അങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നപ്പോൾ ഇത് ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ ഇതിനി നമുക്ക് അവിയലിനകത്തും ഒക്കെ ഇടാനായിട്ട് നല്ലതാണ്. അല്ലെങ്കിൽ മാങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തിടാം. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരപ്പും എല്ലാം കൂടി ചേർത്തിട്ട് ഇനി ചീര തോരൻ വെക്കണം. അപ്പോൾ എനിക്ക് ഒന്ന് പുറത്ത് വരെ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ധൃതിയിൽ അങ്ങോട്ട് കാര്യങ്ങളാക്കി. അപ്പോൾ കടുവൊക്കെ വറുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ആ ഒരു സംഭവങ്ങളെല്ലാം കൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി കിട്ടും. നല്ല കളർഫുള്ളാണ് അല്ലേ, ഈ ഒരു പച്ച ചീരയും അതുപോലെ തന്നെ ചുവന്ന ചീരയും കൂടി ഇരിക്കുമ്പോൾ. എനിക്ക് ഈ ചുവന്ന ചീരയേക്കാളും കൂടുതൽ ഇഷ്ടം പച്ചച്ചീരയാണ്. എന്താണെന്നറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഇതും അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇത് കണ്ടോ, എല്ലാം നല്ല ക്വാണ്ടിറ്റി എല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് കുറച്ച് മതിയായിരുന്നു. അപ്പോൾ ഇനി ഇത് ഇച്ചിരി കൂടെ ഒന്ന് വേവിച്ച് കഴിയുമ്പോഴേക്കും സംഭവം റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നിങ്ങൾ ഈ ചീരയൊക്കെ നടാത്തവരുണ്ടെങ്കിൽ ഒന്ന് നട്ട് നോക്കണം. കുറച്ചൊക്കെ മതി. നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നട്ട് കഴിഞ്ഞാൽ അധികം മരുന്നൊന്നും അടിക്കാത്ത നല്ല ചീര നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു പരിപ്പ് രസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. എനിക്ക് പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ്, പരിപ്പും തക്കാളിയൊക്കെ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് എന്തായാലും പുറത്ത് വേണം, അപ്പോൾ പിന്നെ ഒരു കറിയാക്കി വെച്ചു. അപ്പോൾ അങ്ങനെ കറിയും ആയിട്ടുണ്ട്. പിന്നെ അച്ചാർ ഇരിപ്പുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ ചീരത്തോരനും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വളർന്നു വരുന്ന ചീര ഞാൻ കുറച്ച് രീതികളിലൊക്കെ ഇനി നടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഞാൻ മുന്നോട്ടുള്ള വീഡിയോസിലൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്